പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകാൻ ആവശ്യമായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് പാർട്ടിയും മുന്നണിയും ഇവിടെ മത്സരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയിട്ടുള്ള നഗരസഭകളിലും തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് 25 പഞ്ചായത്തുകളിലും ഏറ്റവും ചുരുങ്ങിയത് ഭരണം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എല്ലായിടത്തും നടക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യവും അതിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന നിലയിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചതിന് ശേഷം ബി ജെ പി എടുത്ത രാഷ്ട്രീയ നിലപാട്, ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള ശരിയായ നിലപാട് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ. ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ള അവരുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ പൂർണ്ണമായിട്ടും സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ച ഉടനെ കസ്റ്റംസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിടിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമല്ല, 2 പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പരിശ്രമിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കാൻ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിൽ ഗവൺമെന്റ് തന്നെ തീ വെച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കാൻ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചു തുടങ്ങി ഗൗരവതരമായിട്ടുള്ള പല ആരോപണങ്ങളും, വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങളും ഈ വിഷയത്തിൽ BJP ഉന്നയിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിവിധ അന്വേഷണ ഏജൻസികളും വിവിധ കോടതികളിലായിട്ട് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ ഗൗരവതരമായിട്ടുള്ള ഈ ആരോപണം ED ശരിവെക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരവധി ആളുകൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചിട്ടുണ്ട്. M. ശിവശങ്കറിന്റെ അറിവോടുകൂടിയാണ് സ്വർണം കടത്തിയത്. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ലഭിച്ചിട്ടുള്ള പണം ശിവശങ്കറിന്റെ അറിവോടുകൂടിയാണ് സ്വപ്ന ലോക്കറിൽ സൂക്ഷിച്ചത്. ആ പണം ശിവശങ്കറിന് വേണ്ടി ഉള്ളതായിരുന്നു. ശിവശങ്കർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുദ്യോഗസ്ഥരും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ സഹായിച്ചിട്ടുണ്ട്. അതായത് അഡീഷണൽ സെക്രട്ടറി CM രവീന്ദ്രനായാലും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദിനേശൻ പുത്തലത്തായാലും അത്തരത്തിൽ പാർട്ടി നിയമിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് കൂട്ടുനിന്നിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സംസ്ഥാന സർക്കാരിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റുകളിൽ പലതിലും ഇടപെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് മിഷൻ ഇടപാട്, K-ഫോൺ ഇടപാട് തുടങ്ങിയ ഇടപാടുകളിലെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം അഴിമതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ധനസഹായത്തിന്റെ വലിയൊരു ഭാഗം അഴിമതിയായിട്ട് പോയി എന്ന് ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഇന്ന് ED ശരിവെക്കുക. ഇതെല്ലാം കാണിക്കുന്നത് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കാണ് നീളുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും അനുബന്ധ തട്ടിപ്പുകളുടെയും എല്ലാം സൂത്രധാരൻ. മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തോടും കൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം പെരുമാറിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് ശിവശങ്കറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, സ്വപ്നയെ ശിവശങ്കറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പല ചർച്ചകളും നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ശിവശങ്കറും CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തും ഇതിനെല്ലാം ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഗൗരവതരമായിട്ടുള്ള ആരോപണത്തിന് പാർട്ടിയോ സർക്കാരോ ഇതുവരെ ഒരു തരത്തിലുള്ള ഉത്തരവ് നൽകാൻ തയ്യാറാവുന്നില്ല. CM രവീന്ദ്രന്റെ കോവിഡിൽ പോലും ജനങ്ങൾക്ക് സംശയമുണ്ട്. CM രവീന്ദ്രന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുന്നു. അദ്ദേഹം ആശുപത്രിയിലാണെന്ന് പറയുന്നു. ഇന്നലെ ദില്ലിയിൽ വെച്ച് ഞാൻ ഒരു സംശയം, ഒരു പ്രധാനപ്പെട്ട ആശങ്ക മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു. CM രവീന്ദ്രന് അറിയാത്ത രഹസ്യങ്ങളൊന്നും
ഈ കള്ളക്കടത്തുമായിട്ടും അനുബന്ധ അഴിമതികളുമായി ബന്ധപ്പെട്ടുമില്ല. എല്ലാം CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തിനും അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് CM രവീന്ദ്രൻ ഇപ്പൊ എവിടെയാണോ, എങ്ങനെയാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ എന്താണ്, ഇതൊന്നും മാധ്യമങ്ങൾക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട്. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞാൽ 10,000-കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ പുറത്തു വരും. ഇവർ നടത്തിക്കുന്നത് നിസ്സാരമായിട്ടുള്ള അഴിമതികൾ മാത്രമല്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4,000 കോടി രൂപയിലധികമുള്ള അഴിമതികൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. കിഫ്ബി, നമ്മുടെ ധനകാര്യ വകുപ്പിലെ കിഫ്ബി നടത്തിയിട്ടുള്ള പല ഇടപാടുകളിലെയും കോഴപ്പണമായിട്ട് പല സഹകരണ സ്ഥാപനങ്ങളിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല സഹകരണ ബാങ്കുകളിൽ, കോപ്പറേറ്റീവ് ബാങ്കുകളിലും അതിന്റെ നിക്ഷേപങ്ങൾ ചെന്നപ്പെട്ടിട്ടുണ്ട്. വടകരയിലും നാദാപുരത്തും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയിലെ തന്നെ ചില പല സഹകരണ സ്ഥാപനങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിനാമി ഇടപാടുകളുടെ രഹസ്യ സൂക്ഷിപ്പുകൾ നടന്നിട്ടുണ്ട്. നോട്ട് നിരോധന കാലത്ത് ആ പണം പല രീതിയിൽ അത്തരം പണങ്ങൾ CPM-മായി ബന്ധപ്പെട്ട നേതാക്കളുടെ ബിനാമി പണങ്ങൾ, അത്തരം ഇടപാടുകൾ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഗൗരവതരമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ 2 മന്ത്രിമാർ ഈ കള്ളക്കടത്തിനും അനുബന്ധ തട്ടിപ്പുകൾക്കുമെല്ലാം കൂട്ടുനിൽക്കുകയും ജലീൽ അല്ലാതെ 2 മന്ത്രിമാർ UAE കോൺസുലേറ്റുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും കള്ളക്കടത്തുകാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ആകെ തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായിട്ടും കള്ളക്കടത്തുകാരെ സഹായിച്ചിരിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ ഞങ്ങളിത് പറഞ്ഞതാണ്. അക്ഷരാർത്ഥത്തിൽ അതെല്ലാം ശരിവെക്കുന്നതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശവുമില്ല. അദ്ദേഹം രാജി കൊടുക്കണം എന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം രാജിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പരിഹാരം എന്താണെന്ന് അറിയാം, അദ്ദേഹം രാജിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം രാജിവെക്കണം. പ്രക്ഷോഭ പരിപാടികളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇത് കേവലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഉത്തരവാദിത്വ ബോധം നിർവഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗൗരവതരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ രാജേഷ് മൈക്ക് കൊടുക്കാം. നേരത്തെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ യഥാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം നേരത്തെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ടോ? അല്ല, അതിപ്പോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ പിടികൂടിയതിനു ശേഷം അവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ടെലിഫോൺ കോളുകളുടെയും വാട്സപ്പ് ചാറ്റുകളുടെയും ഒക്കെയുള്ള ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിലാണ് കൂടുതൽ ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലാവുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് നേരത്തെയുള്ള ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് കസ്റ്റംസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചതിന് ശേഷം നടന്ന അന്വേഷണങ്ങളിലും പ്രതികളുടെ മൊഴികളുമായി ബന്ധപ്പെട്ട് നടത്തിയ തെളിവെടുപ്പുകളിലുമാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതെന്തെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് പുറത്തു വന്ന കാര്യങ്ങളല്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ, കാരണം ഈ 100 മണിക്കൂറോളം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയും ഒരു കാര്യമായ തെളിവുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായപ്പോഴാണ് ഈ പറയുന്നത് പോലെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും കൃത്യമായ ഒരു തെളിവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അതല്ല, നേരത്തെ ചോദ്യം ചെയ്യലുകളിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ശിവശങ്കർ വസ്തുതകളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെയും ശിവശങ്കറിന്റെയും ഒക്കെ ഫോൺ കോളുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദമായിട്ടുള്ള ഡിജിറ്റൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഈ കക്ഷികളൊക്കെ ആയിട്ട് കള്ളക്കടത്തുകാരുമായിട്ട് അവർ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആശയവിനിമയങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ലൈഫ് മിഷൻ ഇടപാടിലെ കോഴ, ആ കോഴപ്പണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി ലോക്കറിൽ സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതിൻ്റെ അടക്കം വിശദാംശങ്ങൾ, അതിനുശേഷം നടത്തിയിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറിയതിലെ മുഴുവൻ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസിക്ക് ശാസ്ത്രീയമായി കിട്ടിയതുകൊണ്ടാണ് അവർ പറയുന്നത്. അല്ലാതെ അവർ വേറെ എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പൊ CM രവീന്ദ്രൻ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ദിനേശൻ പുത്തലത്ത് സ്വർണ്ണക്കള്ളക്കടത്തുകാരും ഈ അഴിമതിക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ദിനേശൻ പുത്തലത്തും CM രവീന്ദ്രനും ബന്ധപ്പെടണമെങ്കിൽ ഇത്
മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ്? ശിവശങ്കറിനെ കുറിച്ച് സീതാറാം യെച്ചൂരി പറഞ്ഞല്ലോ, ഉത്തരവാദിത്വം മോദിക്കുണ്ട്, കാരണം അദ്ദേഹം IAS ആണ്. വേണ്ട, വിട്ടേക്കും. ഇവരുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്വം ആരിലാണ്? ശിവശങ്കർ അല്ലെങ്കിൽ ആരോപണം വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി കർണാടക സംശയം വേണ്ടോണ്ട് അവരെ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ CM രവീന്ദ്രനെ ഇപ്പോൾ റിട്ടയർഡ് ഇതായി ഇത്തരത്തിലെ ഈ ആരോപണത്തിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും തെളിവാണ് എന്തെങ്കിലും? അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലെ തന്നെയാണ് ഞാനും. ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. അല്ലാതെ വായുവിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും പറയുന്നതല്ല. 5-ാം തീയതി സംഭവം ഉണ്ടായപ്പോൾ ഉടനെ ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് വിശ്വസനീയമായിട്ട് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പറഞ്ഞതെല്ലാം തെറ്റുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വിവരം ശരിയാണെന്ന് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തു വരുന്നത്. എന്നെ നമസ്കാരം. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1.5 മണിക്കൂറിനകം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 38 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രചരണ രംഗത്ത് ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം അടുത്തൊരു 28 സ്ഥാനാർത്ഥികളെ കൂടി അടുത്ത ദിവസം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏകദേശം 95% വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളെ അതാത് നിയോജകമണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചവർ പ്രവർത്തനം ആരംഭിച്ചു. ശേഷിക്കുന്ന കോർപ്പറേഷൻ ശേഷിക്കുന്ന വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിക്കുന്നത്. ഘടകകക്ഷികളുമായി ചില ചർച്ചകൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് ചുരുക്കം ചില വാർഡുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഇന്ന് രാത്രി നാളെയും കൊണ്ട് അതും കൂടി പ്രഖ്യാപിക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളോട് മുന്നോട്ട് വച്ചിരുന്ന ആദ്യത്തെ നിർദ്ദേശങ്ങളിലൊന്ന് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഭരണം അല്ലെങ്കിൽ അവിടെ വിജയിച്ചാൽ മാത്രം പോരാ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം തന്നെ വിജയിപ്പിക്കണം എന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശവും അതിനുവേണ്ട എല്ലാ ഉപദേശങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ തലസ്ഥാന ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുവാനും അതോടുകൂടി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ ലഭിക്കേണ്ട എല്ലാ ഉപകാരപ്രദമായ കാര്യങ്ങൾ എത്തിക്കുവാനുമുള്ള വലിയൊരു ശ്രമമാണ് BJP നടത്തുന്നത്. മാധ്യമപ്രവർത്തകരും പൊതുസമൂഹവും BJP നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നല്ല പിന്തുണ നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് S. സുരേഷ് വെങ്ങാനൂർ ജില്ലാ ഡിവിഷനിൽ നിന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും. അത് BJPയുടെ സിറ്റിംഗ് ഡിവിഷനാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി BJP ജയിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. അദ്ദേഹം വെങ്ങാനൂർ ഡിവിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം സിറ്റിംഗ് ഡിവിഷൻ കാത്തുസൂക്ഷിക്കുവാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനും അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു MLA നേടിത്തരുവാനുള്ള അടിത്തറ പാവുകയാണ് അവിടെ ഉണ്ടാകുന്നത്. കോവളം നിയോജക മണ്ഡലത്തിലാണ്. അവിടെ നമ്മൾ ഇപ്പോൾ 2 ഗ്രാമപഞ്ചായത്തുകളാണ് നമ്മൾ ഭരിക്കുന്നത്. സുരേഷിന്റെ ആ ഡിവിഷനിലെ സാന്നിധ്യം കൂടി ആകുമ്പോഴേക്കും അവിടെയുള്ള ഏറെക്കുറെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും BJPയുടെ ഭരണത്തിലെത്തുമാണെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് തൊട്ടടുത്തുള്ള ബാലരാമപുരം ജില്ലാ ഡിവിഷൻ, നമുക്കറിയാം ബാലരാമപുരം ജില്ലാ ഡിവിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ഡിവിഷനാണ്. ബാലരാമപുരം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ വളരെ സജീവമായി. കാരണം അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത്, ഈ 2 ഗ്രാമപഞ്ചായത്തുകളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഡിസംബർ 16 കഴിയുമ്പോഴേക്കും BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭരണം കൈയാളാൻ വേണ്ടി പോകുന്ന ഗ്രാമപഞ്ചായത്തുകളാണ്. അത്ര വലിയ ജനകീയ പിന്തുണയാണ്.
ആ ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തവണ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇത്തവണ പാർട്ടിയെ നയിക്കുന്നത് പാർട്ടിയുടെ മുൻ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലം പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഇലക്ഷൻ സെല്ലിന്റെ സംസ്ഥാന കൺവീനർ, മുൻപ് നെയ്യാറ്റിങ്കര അസംബ്ലി മണ്ഡലത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന, അതോടൊപ്പം തന്നെ ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ആയിട്ടുള്ള ശ്രീ മുതിർന്ന നേതാവ് ശ്രീ അതിയന്നൂർ ശ്രീകുമാർജിയാണ് ബാലരാമപുരം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷൻ ഷാളണി സ്വീകരിക്കും. അടുത്തത് പള്ളിച്ചൽ ഡിവിഷനാണ്. പള്ളിച്ചൽ ഡിവിഷൻ എന്ന് പറയുമ്പോഴേക്കും പള്ളിച്ചൽ പഞ്ചായത്ത്, വിളവൂർക്കൽ പഞ്ചായത്തൊക്കെ ഉൾപ്പെടുന്ന ബിജെപി ഭരിക്കുന്ന വിളവൂർക്കൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന ഡിവിഷനിലേക്ക് ബിജെപിയുടെ തന്നെ ഏറ്റവും ചുറുചുറുക്കുള്ള യുവ നേതാവ് കെ സുരേന്ദ്രൻജി യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അന്ന് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കോവളം കൊട്ടാര സമരത്തിനൊക്കെ നേതൃത്വം നൽകിയ ശ്രീ മുക്കമ്പാലമൂട് ബിജുവാണ് പള്ളിച്ചൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത്. ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് കുന്നത്തുകാൽ ജില്ലാ ഡിവിഷൻ. കുന്നത്തുകാൽ ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും തിരുവനന്തപുരത്ത് വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവ മുഖങ്ങളിൽ ഒരാളുമായിട്ടുള്ള കുന്നത്തുകാൽ പഞ്ചായത്ത് മെമ്പറും കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് സമരം നടന്നപ്പോഴേക്കും ഏറ്റവും ശക്തമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച യുവ നേതാവ് ശ്രീ BL അജേഷ് മത്സരിക്കും. കുന്നത്തുകാൽ ജില്ലാ ഡിവിഷനിൽ നിന്ന് യുവമോർച്ചയുടെ നേതാവാണ്. അജേഷിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കരകുളം ജില്ലാ ഡിവിഷൻ നെടുമങ്ങാട് നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ വളരെ വലിയ പ്രകടനം കാഴ്ചവെച്ച നിയോജക മണ്ഡലമാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം. അവിടെ കരകുളം ജില്ലാ ഡിവിഷൻ, ആ കരകുളം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നത് ബിജെപിക്ക് ആദ്യ മാരാർജിയോടൊപ്പം, മാരാർജി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ആ പ്രദേശങ്ങളിൽ മലയോര മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുപാട് പോലീസ് മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള കരകുളം പഞ്ചായത്തിലെ ഉദ്ദേശം കൂടിയായിട്ടുള്ള നമ്മുടെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ കല്ലേം വിജയകുമാറാണ് കരകുളം ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി ഷാളണി സ്വീകരിക്കും. അദ്ദേഹം ആ ഡിവിഷൻ പിടിച്ചെടുക്കണം പറഞ്ഞപ്പോൾ സധൈര്യം അദ്ദേഹം ഏറ്റെടുത്തുകയായിരുന്നു. എല്ലാ വിദ്യാശംസകളും നേരുന്നു. ചില സ്ഥാനാർത്ഥികളൊക്കെ 1 മണിക്കൂർ മുമ്പാണ് അറിയിച്ചത്. വർക്കലേക്കുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നതോട് ഞാൻ പേര് വായിക്കാം. വന്ന സ്ഥാനാർത്ഥി വരിക. ചെമ്മരഞ്ച് ഡിവിഷൻ വനിതാ ഡിവിഷനാണ്. ഷിജിയാണ് മത്സരിക്കുന്നത്. ഷിജി പ്രിയപ്പെട്ട സഹോദരി മഹിളാ മോർച്ചയുടെ പുതിയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഷിജി മത്സരിക്കും. നാവായിക്കുളം പഞ്ചായത്തിലെ വളരെ സജീവമായിട്ടുള്ള വനിതാ മെമ്പർമാരാണ് ഉള്ളത്. അവിടെ നിന്നും കഴിഞ്ഞ 5 വർഷവും ഏറ്റവും ജനപ്രിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ദീപയാണ് നാവായിക്കുളം വനിതാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പ്രിയപ്പെട്ട സഹോദരി ദീപയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരട്ടെ എന്ന് ആശിക്കുന്നു. കിളിമാനൂർ ജില്ലാ ഡിവിഷൻ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പാർട്ടിക്ക് 42,000 വോട്ട്, കഴിഞ്ഞ പാർലമെന്റിൽ 40,000 വോട്ട് ലഭിച്ച അസംബ്ലി മണ്ഡലമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA ജയിക്കേണ്ട മണ്ഡലമാണ്. തീർച്ചയായിട്ടും ഇവിടെ പാർട്ടിയുടെ നിയോജക മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി നഗരു പ്രതി സദീപ് കുമാർ അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. കല്ലറ വനിതാ ഡിവിഷനാണ്. പാർട്ടി പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സമയത്തു തന്നെ ആ മേഖലയിൽ, മലയോര മേഖലയിൽ ശക്തമായിട്ട് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ശ്രീ കല്ലറ സതീശയുടെ സഹധർമ്മിണിയാണ് ലാലി സതീശൻ. ലാലി ചേച്ചിയാണ് കല്ലറ ഡിവിഷനിൽ മത്സരിക്കുന്നത്. എല്ലാ വിജയാശംസകളും നേരുന്നു. അടുത്ത വെഞ്ഞാറമൂട് ഡിവിഷനാണ്. നമുക്കറിയാം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു ശ്രീമതി അഞ്ജനയാണ് വെഞ്ഞാറമൂട് ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നത്. അഞ്ജനയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ആനാട് അഖില BS ആണ്. ആനാട് ഡിവിഷനിൽ ബിജെപിയുടെ A കാറ്റഗറിയിലുള്ള നിരവധി ഗ്രാമപഞ്ചായത്തുള്ള ഡിവിഷനാണ്. നല്ല ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് ആ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആര്യനാട് പട്ടികജാതി വനിതാ സംവരണമാണ്. ആര്യനാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് പാർട്ടിയുടെ പട്ടികജാതി മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ മലവിള രാജേന്ദ്രന്റെ സഹധർമ്മിണി ഷൈനി രാജേന്ദ്രനാണ്. പ്രിയപ്പെട്ട സഹോദരിയെ സംസ്ഥാന അധ്യക്ഷൻ ഷാളണി സ്വീകരിക്കും.
വെള്ളനാട് ഡിവിഷനിൽ നമ്മുടെ യുവമോർച്ചയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ, ഇപ്പോൾ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ യുവ നേതാവ് മുളയർ രതീഷാണ് വെള്ളനാട് ഡിവിഷനിൽ മത്സരിക്കുന്നത്. 4 ഭരണം പിടിക്കാൻ പോകുന്ന പഞ്ചായത്തുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് രതീഷ് ജയിച്ചു വരും. വെള്ളറട OBC മോർച്ചയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അവർ, അദ്ദേഹം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ഈ ജില്ലാ ഡിവിഷനിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം OBC മോർച്ചയുടെ നേതാവാണ്. ശക്തമായ സ്വാധീനം അദ്ദേഹത്തിന് ആ ഡിവിഷനിലുണ്ട്. അദ്ദേഹം ജയിച്ചു വരും. കാഞ്ഞിരംകുളം ഡിവിഷൻ KKC ആണ്, കാമരാജ് കോൺഗ്രസ്. മുരുക്കുംപുഴ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ലാൽ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിഷ്ണുപ്രിയ കിഴിവിലം ജില്ലാ ഡിവിഷനിൽ വിഷ്ണുപ്രിയ. ചിറയൻകീഴ് മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ആറ്റിങ്ങൽ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വക്കം അജിത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിന് കടക്കാവൂർ വർക്കം വരുന്ന ആ പ്രദേശത്ത് ശക്തമായ സ്വാധീനമുണ്ട്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും. മണമ്പൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്തത് കോർപ്പറേഷനിലുള്ള ബാക്കിയുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കടകംപള്ളി ഡിവിഷൻ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ, നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന് പരാജയപ്പെട്ടെങ്കിലും സത്യത്തിൽ കഴിഞ്ഞ 5 വർഷവും ഒരു പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ഒരു വാർഡ് എങ്ങനെ പരിപാലിക്കണം, തന്നിൽ അർപ്പിച്ച വിശ്വാസം, ജനങ്ങൾ വിശ്വാസം എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന മാതൃകയായി ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷമായി പോയിട്ടുള്ളത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കടകംപള്ളി വാർഡിലാണ്. അവിടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേക്കും ജയാരാജീവ് പേരല്ലാതെ മറ്റൊരു പേരും വന്നില്ല. നമ്മുടെ ജനറൽ വാർഡാണ് ആ വാർഡ്. കാരണം ജനറൽ വാർഡിൽ പുരുഷന്മാരെ മാത്രമാണ് ഒരു എക്സെപ്റ്റ് കൊടുത്തുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ജയരാജീവിനെയാണ്. ജയരാജ് സ്വർണ്ണക്കടത്ത് സമരമായി പോരാടുമെന്നറിയാം. കേരള പോലീസ് ജയരാജ് പോരാട്ടത്തിന് ഒട്ടങ്ങളാണ് വന്നിരുന്നത്. അത്രയും ശക്തമായിട്ട് ആ സമരമായി ജയരാജീവിനെ ആ വാർഡ് പിടിച്ചെടുക്കാൻ കൂടി പാർട്ടി നിയോഗിച്ചിരിക്കുകയാണ്. കടകംപള്ളി വാർഡ് നമുക്കറിയാം, ശക്തമായ പോരാട്ടം നടത്തിയാൽ BJPക്ക് വളരെ നല്ല രീതിയിൽ വിജയിച്ചു വരാൻ കഴിയുന്ന വാർഡ്. ആ വാർഡ് BJP ഇതിനു മുൻപ് വിജയത്തിന്റെ അടുത്തെത്തിയിരുന്നു. ആ വാർഡിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴേക്കും ശ്രീ ബാലുജി നായർ അല്ലാതെ വേറെ ഒരു പേരും വന്നിട്ടില്ല. ഹൈക്കോടതിയിലൊക്കെ തന്നെ നിരവധി കേസുകളിൽ, രാഷ്ട്രീയ കേസുകളിൽ പോരാട്ടമൊക്കെ നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ രാജീവിന്റെ വലം കൈയായി നിന്നുകൊണ്ട് നിയോജക മണ്ഡലത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്ന ശ്രീ ബാലുജി നായരാണ് അണമുഖം വാർഡിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നത്. ആക്കുളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 3 പതിറ്റാണ്ട് പ്രവർത്തിച്ച് വാർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ച് ഒരുപാട് അനുഭവ സമ്പത്തും പാരമ്പര്യവുമുള്ള ശ്രീ ഷാജു വി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ആവശ്യമായി BJPയിൽ ചേർന്നുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 30 വർഷം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമായിരുന്നു ആ വാർഡിൽ നിന്നുകൊണ്ട് ശ്രീ വി ഷാജുവിലേക്കും അദ്ദേഹത്തെയാണ് പരിപാടി ചെയ്തിരിക്കുന്നത്. നെട്ടയം വാർഡ് എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 2010 നമുക്കൊരു കൗൺസിലർ വിജയിച്ചു. 6 കൗൺസിലർമാരുണ്ടായിരുന്നപ്പോഴേക്കും ഒരു കൗൺസിലർ ജയിച്ച നല്ല രാഷ്ട്രീയ അത്തരമുള്ള കഴിഞ്ഞ വർഷം നേരിയ വോട്ടുകൾക്ക് BJPക്ക് കൈവിട്ടു പോയി. BJPയുടെ യുവ നിരയിലെ ഏറ്റവും പുതുമുഖങ്ങളിൽ ഒരാളും ABVPയുടെ പ്രവർത്തകനും ലോ അക്കാദമിയിലെ കരുത്തുറ്റ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനും നിരവധി ലോ അക്കാദമി സമരം ഉൾപ്പെടെയുള്ള നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ നന്ദഭാർഗവനാണ് മത്സരിക്കുന്നത്. അഭിമാനമായ നന്ദഭാർഗവനാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഹൃദയഭാഗമാണ് വട്ടിയൂർക്കാവ് വാർഡ്. കഴിഞ്ഞ തവണ CPIMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് പരാജയപ്പെട്ടുകൊണ്ട് ഹരിശങ്കർ BJP വേണ്ടി നേരിടുന്ന വാർഡാണ് വട്ടിയൂർക്കാവ് വാർഡ്. അവിടെ വളരെ വലിയൊരു ചർച്ച നടന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. തുടക്കം മുതൽ തന്നെ അഖിലയുടെ പേരാണ്
പ്രധാനമായി ഉയർന്നു കേട്ടത് അവസാന വട്ടം വരെ ഇന്ന് രാവിലെ ഇന്നൊരു 11-12 മണിക്കും സംസാരിക്കുമ്പോഴേക്കും അഖിലയിലൂടെ ആ വാർഡ് വൻ ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് അഖിലയെ തന്നെ ആ വിവരം അറിയിച്ചത്. പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അനീഷിന്റെ സഹധർമ്മിണി കൂടിയാണ്, ആ കുടുംബമാണ്. അഖിലയെ എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷവും മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഗുണ്ടാ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ശ്രീവരാഹം വാർഡിലാണ്. ശ്രീവരാഹം വാർഡ് CPM-ന്റെ തിരുവനന്തപുരം ജില്ല അക്രമങ്ങൾ നടത്തുന്ന ഒരു അക്രമ സംഘത്തിന്റെ താവളമാണ് ശ്രീവരാഹം വാർഡിന്റെ ഒരു ഭാഗം. ആ താവളങ്ങളിലൊക്കെ തന്നെ കടന്നു ചെന്നുകൊണ്ട് സധൈര്യം BJPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സംഘർഷം വരുമ്പോഴൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും രാത്രിയും പകലും നടന്ന പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും നൽകിയ മിനിച്ചേച്ചിയെ, അത് ജനറൽ വാർഡാണെങ്കിൽ മിനിച്ചേച്ചി മിനിച്ചേച്ചി തന്നെ അവിടെ പോരാട്ടത്തിന് ഇറങ്ങണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അതുകൊണ്ട് മിനിച്ചേച്ചിക്ക് എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ജനറൽ വാർഡിൽ മിനിച്ചേച്ചി തന്നെ അവിടെ മത്സരിക്കും. തെക്കാട് വാർഡ് പാർട്ടിയുടെ ഓഫീസ് ഇരിക്കുന്ന വാർഡാണ് തെക്കാട് വാർഡ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പട്ടികജാതി റിസർവേഷൻ വാർഡാണത്. അത് ജനറൽ വാർഡാണ്. അവിടെ ആര് മത്സരിച്ചാലും തൊട്ടടുത്ത വാർഡിൽ കഴിഞ്ഞ 5 തവണയും നടത്തിയ പ്രവർത്തനങ്ങൾ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിൽ നിന്നുകൊണ്ട് എല്ലാം തന്നെ പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് പാർട്ടി പതാക പാറിച്ച ലക്ഷ്മിയെ ആ വാർഡ് പിടിച്ചെടുക്കാൻ, തെക്കാട് വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമാണ് തിരുവനന്തപുരത്ത് തെക്കാട് വാർഡിൽ നടക്കാൻ പോകുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനം കൂടി ഇരിക്കുന്ന വാർഡാണ്. ഇനിയുള്ളത് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള വാർഡുകളാണ്. പുങ്കുളം വാർഡ് കഴിഞ്ഞ തവണയും കൈവിട്ടുപോയ വാർഡാണ്. നേമം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളും BJP വിജയിക്കുവാനുള്ള തീരുമാനമെടുത്ത് മുന്നേറുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി S. സരളാദേവി പുങ്കുളം വാർഡിൽ നിന്ന് മത്സരിക്കും. നേമം നിയോജക മണ്ഡലം BJP പിടിച്ചെടുക്കാൻ 3-ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന വാർഡുകളിൽ മുതിർന്ന നേതാക്കന്മാർ പോയി മത്സരിക്കാൻ ധൈര്യം കാണിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം നിയോജക മണ്ഡലം. തിരുവല്ലം വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് തിരുവല്ലം. വി സത്യവതിയാണ് അവിടെ മത്സരിക്കുന്നത്. നേരിയ വോട്ടുകൾക്ക് ശിവപ്രസാദ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മണ്ഡലമാണ്. അവരൊക്കെ തന്നെ ചേർന്ന് ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ശിവപ്രസാദ് ഒക്കെ ചേർന്ന് സത്യവതിയെ കണ്ടെത്തിയിരിക്കുന്നു. വി സത്യവതി മത്സരിക്കും. കളിപ്പാങ്കുളം ജനറൽ വാർഡാണ്. കളിപ്പാങ്കുളം വാർഡിൽ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ കളിപ്പാങ്കുളം വാർഡിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണം സ്ഥാനാർത്ഥി നേരെ തന്നെ ഉണ്ടായി. 2 ദിവസം അതിൽ പരിക്കേറ്റ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ രാത്രിയും പകലും ചെലവഴിച്ചെന്ന് നോക്കുന്നു. അതിനുശേഷം നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ 5 വർഷവും അവിടെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും കോവിഡ് സമയത്തൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ച പ്രിയപ്പെട്ട സഹോദരി JR ആതിര തന്നെ വീണ്ടും ആ വാർഡിൽ മത്സരിക്കും. തീർച്ചയായിട്ടും കളിപ്പാങ്കുളം വാർഡ് BJPക്ക് സ്വന്തം ജനറൽ വാർഡാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുവാദത്തോടെ എക്സംഷൻ കൊടുത്തുകൊണ്ടാണ് ആതിരയോടെ മത്സരിപ്പിക്കുന്നത്. ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ആദരനെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വാർഡാണ് പാപ്പനംകോട് വാർഡിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി ചർച്ച വന്നപ്പോഴേക്കും ഒന്നടങ്കം ആ വാർഡുകാർ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും വേറെ ഏത് വാർഡിൽ ഫൈറ്റ് ചെയ്യാൻ 100 വാർഡുകൾ ഏത് വാർഡുകളിലും BJPക്ക് നിർത്താമെന്നുള്ള പാർട്ടി പരിഗണനയുള്ള സ്ഥാനാർത്ഥികൾ പലരുമുണ്ട്. വനിതകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരിയാണ് G. ആശ. പാപ്പനംകോട് വാർഡിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചത്. ആശാനാഥിനെ ഷാളണി സ്വീകരിക്കും. അടുത്ത വാർഡ് കഴിഞ്ഞ തവണ സംഗീത മത്സരിച്ച് നേരിയ വോട്ടിന് BJPക്ക് കൈവിട്ടു പോയ വാർഡാണ്. ഒരുപാട് സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്ന വാർഡാണ്. ഇത്തവണയും കഴിഞ്ഞ തവണ നമുക്ക് കൈവിട്ടു പോയ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പേരുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നലെയും മെനിയാന്നും ഒക്കെ തന്നെ രാത്രിയും പകലും ഒക്കെ ചർച്ച ചെയ്ത സമയത്തൊക്കെ തന്നെ പല പേരുകളും ഉയർന്നു വന്നെങ്കിലും അവസാനം നിരവധി ദിവസങ്ങളായി ആ പേര് അത് ഒരൊറ്റ പേരിൽ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ തവണ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ആറ്റുകാൽ വാർഡ് നമുക്ക് പാർട്ടിക്ക് നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി RC മീന ധൈര്യപൂർവ്വം അമ്പലത്തറ വാർഡ് BJP പാർട്ടിക്ക് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി RC മീന
തയ്യാറായി വന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഓഫീസിൽ വന്നിട്ട് എന്നോട് ആസിഫിനെ പറഞ്ഞു, ചേട്ടാ ഒരു സംശയവും വേണ്ട, ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലത്തറ വാർഡ് ഞാൻ പാർട്ടിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാവിലെ ബീന ഇവിടെ പോയത്. ബീന പറഞ്ഞപ്പോൾ തന്നെ ആ പാർട്ടിക്ക് വേണ്ടി ചർച്ചയായിട്ട് തയ്യാറായ എല്ലാ വിജയാശംസകളും അർപ്പിക്കുന്നു. അടുത്തത് ആറ്റുകാൽ വാർഡാണ്. ബീനയുടെ പാരമ്പര്യം, ബീന നേടുത്തുന്ന വിജയം സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണയൊക്കെ തന്നെ മുൻപൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു 100 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീനയോടൊപ്പം ആ വാർഡ് വിജയിപ്പിക്കാൻ നടന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മുൻ ABVP പ്രവർത്തകർ കൂടിയായിട്ടുള്ള ശ്രീ കൊഞ്ചിറവിള സുനിൽ, യാതൊരു സംശയവും വേണ്ട, അദ്ദേഹം കൊഞ്ചിറവിള ക്ഷേത്രത്തിന്റെ ചെയർമാൻ കൂടിയാണ്. പതിറ്റാണ്ടുകളുടെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായിട്ടുള്ള ശ്രീ സുനിൽ മത്സരിക്കും. ബീനയുടെ പാരമ്പര്യം ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തും. നിരവധി കൗൺസിലർമാർ, ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള BJPയുടെ കൗൺസിലർമാരാണ്. ആ കൗൺസിലർമാരെ ഒക്കെ തന്നെ പരമാവധി പേരെ സീറ്റുകൾ നൽകി വീണ്ടും കോർപ്പറേഷനിൽ എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ചർച്ച നടന്നപ്പോഴേക്കും പരിചയ സമ്പന്നരുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തേണ്ട പേരുകൾ ആദ്യമായിട്ട് വന്ന പേരുകളിലൊന്ന് ശ്രീമതി മഞ്ജു GS. കാലടി വാർഡ് പാർട്ടിക്ക് വേണ്ടി തിരിച്ചെടുത്തു പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളൊക്കെ നടത്തിയ മഞ്ജു GSനെ കരമന അജിയുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കരമന വാർഡിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരി GS മഞ്ജു മത്സരിക്കും. രണ്ട് കോർപ്പറേഷൻ വാർഡുകളുടെ സ്ഥാനാർത്ഥികൾ കൂടി വന്നിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും ഇത് കഴിഞ്ഞ് സംസ്ഥാന അധ്യക്ഷനുമായ ഒരു 10 മിനിറ്റ് ഒന്ന് ഒരുമിച്ച് കണ്ടതിന് ശേഷം ഇനി 2 വാർഡിലെ സ്ഥാനാർത്ഥി കോർപ്പറേഷൻ വാർഡിലെ സ്ഥാനാർത്ഥികൾ കൂടി എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അതുപോലെ തന്നെ ലോക ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള കരിക്കാവ് വാർഡാണ്. കഴിഞ്ഞ തവണ നമ്മുടെ ാണ് അവിടെ വാർഡ് പാർട്ടിയുടെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ വാർഡിൽ അവിടെ ജനിച്ചു വളർന്ന് അവിടുത്തെ ജനങ്ങളോട് വീണ്ടും ആ വാർഡിൽ തന്നെ ശ്രീകാര്യം വാർഡ് നേരത്തെ ഞാൻ നന്ദഭാർഗവനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏറ്റവും യുവ തലമുറയിൽപ്പെട്ട ശ്രീ സുനിൽകുമാർ മത്സരിക്കും. പാർട്ടിയുടെ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുനിൽകുമാർ. അദ്ദേഹം ശ്രീകാര്യം വാർഡ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ഹൃദയഭാഗമാണ് ശ്രീകാര്യം വാർഡ്. തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് സുനിൽകുമാർ നേതൃത്വം നൽകും. ജില്ലാ അഡ്വക്കേറ്റ് സംഗീത പാലോട് ഡിവിഷനിൽ നിന്നും അഡ്വക്കേറ്റ് സംഗീത മത്സരിക്കും. പാലോട് ഡിവിഷനിൽ നിന്നും നമ്മുടെ ഘടകകക്ഷികൾ ശ്രീ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാമേന്ദ്രനാഥ് സാർ ഉണ്ട്. ഇപ്പോ വള്ളക്കടവ് കോർപ്പറേഷൻ ഡിവിഷനിൽ നിന്നും സോഷ്യലിസ്റ്റ് ജനതയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കും. ഇതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥി 126 ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഓരോരുത്തരുടെയും പേര് വായിക്കുക. അത് അതോടൊപ്പം തന്നെ റിലീസായിട്ട് എല്ലാം എത്തും. 126 ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ അലങ്കി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന്റെ നിരവധി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം BJP ഇപ്പോൾ
ലഭിക്കും. അതിന് ജില്ലാ പഞ്ചായത്ത് പോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിശ്ചയിച്ചിരുന്നത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും